സംഘടിപ്പിക്കുന്ന മാതൃഭാഷാ ദിനാചരണത്തിലേക്ക് സ്വാഗതം. മലയാളം നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ സംസ്കാരമാണ്, അനുഭവത്തിന്റെ ആത്മാവിന്റെ ഭാഷയാണ് മാതൃഭാഷ. ഈ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും മാറുന്ന കാലഘട്ടത്തിൽ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുവാനുമാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈശ്വര ചിന്തയോടുകൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി വിശ്വലക്ഷ്മിയെ ക്ഷണിക്കുന്നു. या कुन्देन्दु तुषार हारधवला या शुभ्रवस्त्रावृता या वीणा वरदण्डमण्डितकरा या श्वेत पद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिर्देवै सदा पूजिता सा मां पातु सरस्वती भगवती निःशेष जाड्यापः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सरस्वती नमस्तुभ्यं सर्वदेवी नमो नमः। शान्तरूपे शशिधरे सर्वयोगे नमो नमः। ആദ്യമായി സ്വാഗത പ്രസംഗത്തിനു വേണ്ടി ക്രൈസ്റ്റ് നഗർ കോളേജിലെ പ്രിൻസിപ്പലായ ഡോക്ടർ ജോളി ജേക്കബ് മാമിനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? ഭാരത സർക്കാരിന്റെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ, കേരളം ലക്ഷദ്വീപ് മേഖല, മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജുമായി സഹകരിച്ചുകൊണ്ട് ലോക മാതൃഭാഷാ ദിനം ആഘോഷിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മാതൃഭാഷ അമ്മ എന്ന സങ്കല്പവുമായി അല്ലെങ്കിൽ അമ്മ എന്ന സത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മാതൃഭാഷ, മാതൃഭൂമി, മാതൃവിദ്യാലയം, ഇങ്ങനെ ഒരുപാട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങൾ മാതൃ എന്ന സംജ്ഞയുമായി ചേർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ പൊക്കിൾ കൊടി ബന്ധത്തിൽ നിന്നും അവൾ അല്ലെങ്കിൽ അവൻ വേർപെട്ട് കഴിയുമ്പോൾ ഈ അമ്മയുടെ സ്വഭാവവും രീതിയും അമ്മയുടെ സ്നേഹവും സംസ്കാരവും എല്ലാം ഈ കുഞ്ഞിനോട് ചേർന്ന് വരുന്നു. മാതൃഭാഷ എന്നുള്ള സങ്കല്പവും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ആ അമ്മ എങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുന്നുവോ അതുപോലെ തന്നെയാണ് ആ കുഞ്ഞ് ഇടപെടുന്ന സംസ്കാരവും മേഖലയും ജീവിതവും ഭൂമിയും എല്ലാം അതിനെ ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷയെ നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത്. ലോക മാതൃഭാഷയിൽ ഈ ദിനത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ അതിവിശിഷ്ട വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസനും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള അതിഥി
അതിഥി അല്ല, നമ്മളോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്ന ആളാണ് ശ്രീ വി പളനിച്ചാമി IAS, അഡീഷണൽ ഡയറക്ടർ ജനറൽ, റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ, കേരളം ലക്ഷദ്വീപ് മേഖലയിൽ. വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇന്ന് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ വളരെ നല്ല പേരെടുത്ത ഒരാളാണ് ശ്രീ വി പളനിസ്വാമി IAS. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ന്യൂഡൽഹി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലും ചെന്നൈയിൽ ഫിലിം സെൻസർ ബോർഡ് റീജിയണൽ ഡയറക്ടർ ഓഫീസർ എന്നുള്ള നിലയിലും ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ എയ്ഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ IEC ഡിവിഷൻ മേധാവിയുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇവിടെ ക്രൈസ്റ്റ് നഗർ കോളേജിന്റെ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മലയാളം മിഷൻ ഡയറക്ടറുടെയും ഒക്കെ പേരിൽ ഏറ്റവും കൃത്യമായി ശ്രീ പളനിസ്വാമി IASനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നീതു സോന IAS, ജോയിന്റ് ഡയറക്ടർ, റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ, കേരളം ലക്ഷദ്വീപ് മേഖല. MBBS ബിരുദധാരിയായ ഡോക്ടർ നീതു സോന IAS ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ പ്രഗത്ഭയായ ഒരു ഉദ്യോഗസ്ഥയാണ്. ന്യൂഡൽഹിയിലും മാനവവിഭവശേഷി മന്ത്രാലയത്തിലും ആകാശവാണി എന്നിവിടങ്ങളിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ആളാണ്. ഡോക്ടർ നീതു സോനയെ IASനെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി KA ബീന എന്റെ വളരെ അടുത്ത വളരെ കാലമായി വളരെ അടുത്ത സുഹൃത്തും റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമാണ്. നല്ല എഴുത്തുകാരിയും അതുപോലെ തന്നെ യാത്രാ വിവരണം എഴുതുന്നയാള്, കഥ, അങ്ങനെ സമസ്ത ജീവിതത്തിന്റെ ഇടപെടുന്ന സമസ്ത മേഖലകളിലും വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള പ്രിയ കൂട്ടുകാരി ബീനയെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ സുജ സൂസൻ ജോർജ് മലയാളം അധ്യാപികയായിരുന്നു. പാമ്പാടി സെന്റ് മേരീസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ സേവനം അനുഷ്ഠിക്കുന്നു. കവിത, നല്ലൊരു കവയിത്രിയാണ്. അതുപോലെ തന്നെ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. അതിലുപരി നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായ പ്രൊഫസർ സുജയെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്റ്റ് നഗർ കോളേജ് മാറനല്ലൂരിന്റെ മാനേജറും ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ ടിറ്റോ വർഗീസ് CMAയെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീമതി SK മിനി കവിത ആലപിക്കുന്നുണ്ട്. കോളേജിന്റെ മലയാള വിഭാഗത്തിലെ അധ്യാപകർ, പ്രത്യേകിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത മിസസ് സിനിമോൾ, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യുന്ന ഭവാനി, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാം. അടുത്തതായി റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരളം ലക്ഷദ്വീപ് മേഖലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി KA ബീന മാമിനെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ പളനിസ്വാമി സാർ, മലയാളം മിഷന്റെ ഡയറക്ടർ പ്രിയപ്പെട്ട സുജ സൂസൻ, പ്രിയപ്പെട്ട ജോളി, ഒരുപാട് വർഷമായി പരിചയമുള്ളതാണ് ജോളിയെ. പിന്നെ ഡോക്ടർ നീതു സോന ഞങ്ങളുടെയൊക്കെ ഡയറക്ടറാണ്. പിന്നെ SK മിനി, പിന്നെ പ്രിയമുള്ള അധ്യാപകരെ, പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, കുട്ടികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ ജോലി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ കവി പറഞ്ഞു വെച്ചതാണ്, മിണ്ടിത്തുടങ്ങുവാൻ വെമ്പുന്ന കുഞ്ഞിന്റെ ചുണ്ടിൽ ഒരുപാട് പേര് ഭാഷ തിരിച്ചെടുക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. ഭാഷ മരിച്ചിട്ടില്ല, ഭാഷ മരിക്കുന്നില്ല. പുതിയ കമ്പ്യൂട്ടറിലൂടെ പുതിയ ഭാഷയിലേക്ക് ഒരുപാട് പേര് മലയാളം പഠിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. മലയാളം അറിയില്ല എന്ന് പറയുന്ന, മലയാളം
അരിയില്ല എന്നുള്ള ആ ഒരു പഴയ സ്റ്റൈല് മാറിയിട്ട് പുതിയ കാലത്ത് ലോകം മുഴുവൻ തന്നെ മലയാള ഭാഷയെ, നമ്മുടെ മലയാളത്തെ നെഞ്ചേറ്റി കൊണ്ടുപോകുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത്. ഞങ്ങൾ ഇത്തരം പരിപാടികൾ നിരന്തരമായി തന്നെ നിത്യേന എന്നോളം ഇത്തരം നിരവധി പരിപാടികൾ നേരത്തെ ഓരോ സ്ഥലത്ത്, ഇപ്പൊ കോളേജിലാണെങ്കിൽ നിങ്ങളുടെ ക്രൈസ്റ്റ് കോളേജ് വന്നിട്ടായിരുന്നു ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോ ഈ ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ ഫേസ്ബുക്ക് ലൈവുകളിലൂടെയും ഒക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവയർനെസ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് വളരെ സഹകരണമാണ് ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കിട്ടിയത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സിനി അതിന് ഒരുപാട് സഹായിക്കുകയുണ്ടായി. അതിനൊപ്പം തന്നെ നന്ദി പറയാനുള്ളത് മിനി SK, മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടി, ഒരു സിനിമയില് അഭിനയിക്കുന്ന ആളാണ്. അതിനൊപ്പം നല്ല ഒരു എഴുത്തുകാരി കൂടിയാണ് മിനിയെയും ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ സാന്നിധ്യത്തിന് വളരെയേറെ നന്ദിയുണ്ട്. ഈ ഒരു ആമുഖം ഞങ്ങളുടെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ പരിപാടിയെ കുറിച്ചുള്ള ഒരു ആമുഖം തന്നുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾക്കൊരു കവിതയായിരിക്കും കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഭവാനി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നന്ദി മാം. ഇനി വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത ചൊല്ലാൻ SK മിനി മാമിനെ ക്ഷണിക്കുന്നു. മിനി മ്യൂട്ടായി ഇരിക്കുകയാണ്. മിനി കേൾക്കാമോ? ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു മിനിയെ. കേൾക്കാം. തുടങ്ങിക്കോളൂ. കാണുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം. അപ്പൊ വലിയ സന്തോഷം. ഭാഷാ ദിനത്തിൽ മാതൃഭാഷയെ കുറിച്ചൊരു കവിത ചൊല്ലാൻ കിട്ടിയ അവസരത്തിന് വളരെ വളരെ നന്ദി, പ്രത്യേകിച്ച് വീണയ്ക്ക്. ഞാൻ ചൊല്ലിത്തുടങ്ങാം. ഗംഭീര ശൈലിയും സഹ്യഗിരി തന്നടിയുറപ്പും ഗോകർണക്ഷേത്രത്തിൻ നിർവൃതീകൃത്വവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളങ്കായ് നീരിൻ മാധുര്യവും ചന്ദനയിലാലവങ്കാതി വസ്തുക്കൾ തൻ നന്ദിത ഘ്രാണമാം പൂമണവും സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിന്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ, മത്താടിക്കൊള്ളുക അഭിമാനമേ നീ. ഇന്ത്യ തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ ഫലിതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതുമൃതായി തോന്നൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷ തൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷ തൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന പൂമുത്തൂക്കൾ. അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന പൂമുത്തുകൾ. ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടായ്വിൻ.
മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിനർഹർ നിങ്ങൾ. ഭക്ത്യാ സ്വഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. ഭക്ത്യാ സ്വഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. നന്ദി മാം. അടുത്തതായി റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരളം ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിസ്വാമി IIS സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരളം ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിസ്വാമി IIS സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. നീതു മേഡം സാറിന് കേൾക്കുന്നില്ലല്ലോ. The right side. It's okay. Okay, sir. Yeah. Now it's good. Okay. Now we are Okay, here. okay. Okay, sir. Right. Okay. Good morning to all. Kale Vanakangal. In fact, I don't know. It's whether for me to really inaugurate this Matrubhasha Divas or the Mother Tongue Day. I told our officers also that I think you should really call some Malayalam knowing person. That why are you calling me? So a few points. So I am also very happy to speak in Tamil, but I don't want to do it. 2-3 things I want to tell. Though it's a Matrubhasha Divas and then like Mother Tongue Day, I am speaking in English. Now this year theme is that multilingualism. That is like one should really learn more languages, right? There are 2-3 issues I want to flag it. So first and foremost, mother tongue is mother tongue. Most people in this latest world, they say and they think also, no need to learn mother tongue. Can you avoid mother? Where you have come from? Mother tongue is like more than mother. Bhasha. Even you interact with somebody or anyone, it's like when you have to interact, there is a language. The language comes from mother. That's what it's mother tongue when you speak. Why the education system or education has to be, basic education system has to be in mother tongue, because the understanding, all understanding will be in my mother tongue. I'll tell you, suppose I learn from my mother tongue. For example, I'll tell. Now everybody thinks that, okay, you should do in English medium. When I learn something, I say mango. But the moment I say, I will have a, that
feeling will be there. So I will have a, I can understand what type of impact it can make. Same thing in Hindi, and I don't know what is that like when you talk about puli in Tamil, but they tamarind in English. If I learn tamarind, I will never understand. I never, correlate. Even I will not get anything in my mouth. It will start, secreting. But when I really learn my mother tongue and then I say puli, then I will understand and then I can relate my life. So same thing. So understanding is very, very important from mother tongue. So mother tongue, Matrubhasha, that is Taimoli, number one. First point. Second point, wherever you are at home or anywhere, I always say that don't speak in English. Don't speak in any other language. You should really interact with your kids only in Malayalam. Only in Malayalam or anybody's mother tongue. Okay. It's a policy. In my, in my home, we never speak in any other language. We speak only in Tamil. Okay. You should make a practice so that our kids are very well versed with our mother tongue. It has to really go on. It's like years and years that you have to transmit it. Second point. The third point I'll tell you, I have seen last 30 years, I have been giving guidance for youth for last 15-20 years. I met around lakhs of youth. I could see there is a incongruity. What it is like, they don't relate what is life, what is reality. They can't even speak for a minute with a confidence in those speak they really studied in English medium. They can't even give their self-introduction because they don't get confidence. Now many people say that, no, because we don't know English, that's what we don't get confidence. No, it's not like that. So if you really understand things in your mother tongue and then the observation and the relating, all will be very good. I could see for the last 30 years when the language system or the study system changed from mother tongue, base mother tongue. For example, like me, I studied in Tamil medium till 12th standard. Even I did my agriculture, it was also Tamil medium. But I started learning simultaneously in English. But I started APC at the age of like 9 or 10, like 4th or 5th standard. But I don't have any problem in it. But people now, they start learning 3 languages. Okay, or 4 languages. Now you can just see your youth, they read 3 languages. As far as Kerala is concerned, 3 languages. Okay, but I really interacted with many people. How many of you really know Hindi very well? They don't know Hindi very well. How many of you know your Malayalam very well? They also don't know grammatically. Then how many of you really can or speak very well in English? No. Like you are nowhere in the language when you really read all these things. So the base is you have to have a strong foundation in your mother tongue. From there, you have to branch out and then read other languages. So this should be the practice. This everybody should practice. That's what, like most of the now, like whoever it is other than teachers, the students, they should speak in Malayalam, not other like in English also. That's number one point. One more finding. In international level, you take any scientist, any Nobel laureate, any science background understanding, all those scientists, they studied in their mother tongue. None studied in any other languages. I don't know how many of you really aware about it. Okay. Even people performing very well or overwhelmingly in US or UK and any other country from India, all they studied in their mother tongue. And they could really adjust with any other language very well. Right? So mother tongue has to be very, very strong and very, very important. You have to make it as a mantra. But as far as I am concerned, I studied only Tamil medium, then started English, then I reached Delhi for my service, then I learned Hindi. I know as good as how I can speak Tamil, I can English, I can transform all 3 languages. Very soon, see, I can understand Malayalam well, I can speak also a little bit, but in year or so, I will be able to speak in Malayalam thoroughly. Okay. So my mood is like that. So everybody has to have a strong foundation in your mother tongue. So that's a lesson number 1, you have to take it. So 3 points. Basic mother tongue foundation, strong foundation. Number 2, in home, please speak in your own mother tongue, not other languages. Number 3, have a concept understanding very well and then basic strong in the language. Then you learn as many as languages as it will support your life and career. Right?
So I hope this is a nice to address in this occasion, and I hope that it's a good outcome, and then the people really share their knowledge and wisdom, and then learned people are there. So thank you very much for giving the opportunity, and thank you very much for all of you to really have this good day ahead and then good year ahead with this day. Thank you very much. നന്ദി സർ. Yeah. കേരള സർക്കാരിന്റെ മലയാളം മിഷൻ ഡയറക്ടറായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് മാമിനെ മുഖ്യ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതിന് കാരണം ഇങ്ങനെ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് ഈ പരിപാടി നടത്തുന്നു എന്നുള്ളതാണ്. വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ റീജിയണൽ ഓഫീസും ക്രൈസ്റ്റ് നഗർ കോളേജും ഒന്നിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. മാത്രമല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഡോക്ടർ നീതു സോന ഓഫീസിൽ വന്നിട്ടുണ്ട്, മലയാളം മിഷന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. വീണ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഡോക്ടർ ജോളി ജേക്കബ്, ഡോക്ടർ ചിറ്റോ വർഗീസ് ഫാദർ, മിനി, എല്ലാവരും തന്നെ ഒരു കൈക്കുടന്നയിൽ എന്ന പോലെ പ്രിയമാകുന്ന ആളുകളാണ്. റീജിയണൽ ഓഫീസിന്റെ അഡീഷണൽ ഡയറക്ടർ ശ്രീ പളനിസ്വാമി, അദ്ദേഹം വളരെ കാതലായ ചില കാര്യങ്ങൾ മാതൃഭാഷയെ കുറിച്ച് പറഞ്ഞു. ഏത് മാതൃഭാഷയ്ക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ അടിസ്ഥാനപരമായ വേറെ തരത്തിൽ തന്നെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാമെന്ന് ഞാൻ കരുതാണ്. പുളി എന്ന് പറയുമ്പോ നമ്മുടെ നാവിലെല്ലാം വെള്ളം വരും. പെട്ടെന്ന് നമ്മൾ ഏതൊക്കെ പുളിമരങ്ങളെ കുറിച്ച് ഓർക്കും? സുന്ദരസ്വാമിയുടെ പുളിമരത്തിനെ കുറിച്ച് ഓർക്കും, നമ്മുടെ വീട്ടിലെ പുളിമരത്തിനെ കുറിച്ച് ഓർക്കും, നമ്മുടെ അടുക്കളയിലെ കലത്തിലെ പുളിയെ കുറിച്ച് ഓർക്കും, രസത്തിന് ഒഴിക്കുന്ന പുളിയെ കുറിച്ച് ഓർക്കും. ഇങ്ങനെ ഇതാണ് മാതൃഭാഷ നമുക്ക് നൽകുന്ന ഒരു സാംസ്കാരിക ലോകം. ഞാനിപ്പോ ഖത്തർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളം മിഷന്റെ പാഠപുസ്തകങ്ങളുടെ പേരിനെ കുറിച്ച് അവർ ചോദിച്ചു. കണിക്കൊന്ന. ഞാൻ പറയുന്നത് കണിക്കൊന്ന എന്ന് പറയുമ്പോൾ ഒരു ഏപ്രിൽ മാസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കണിക്കൊന്ന വിഷു വരികയാണ്. കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട സർവ്വ ചരിത്രവും, നമ്മുടെ വേദനയും നമ്മുടെ സന്തോഷവും നമ്മുടെ പ്രണയവും നമ്മൾ വായിച്ചിട്ടുള്ള കഥകളും ഒരുപക്ഷെ സിനിമയിൽ കണ്ടിട്ടുള്ള രംഗങ്ങളും, ഇതാണ് മാതൃഭാഷയുടെ ഒരു മായാജാലം മനസ്സിലുണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, UN ഈ പ്രാവശ്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ഫോസ്റ്ററിങ് മൾട്ടി ലിംഗ്വലിസമാണ്. ബഹുഭാഷയെ വളർത്തുക. ബഹുഭാഷയെ വളർത്തി വിദ്യാഭ്യാസവും സമൂഹത്തിലും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുക. തീർച്ചയായും ബഹുഭാഷ ഉണ്ടാവുക എന്ന് പറയുന്നത് ജനാധിപത്യവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായി ബഹുഭാഷ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജനാധിപത്യപരമായി പിടിച്ചു നിർത്തുന്നതിന്റെ ഊടും പാവും നെയ്യുന്നത് ബഹുഭാഷകളാണ്. അല്ലെങ്കിൽ ഒരു ഭാഷയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ മുതുമുത്തശ്ശി ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കൃതത്തിലേക്ക് ആ ഭാഷ, നമ്മുടെ ഭാഷ മുഴുവനും പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഭാഷ ആ ഏകഭാഷാ സംവിധാനത്തിലേക്ക് പോയാൽ എളുപ്പമാണ് ജനാധിപത്യം ഇല്ലാതാക്കാൻ. പ്രിയപ്പെട്ടവരെ, എനിക്കും കുറച്ച് തിരക്കുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ പറഞ്ഞതുപോലെ ഒരു കാലത്ത് മലയാളം മരിച്ചു പോകും എന്ന് ഭയപ്പെട്ടിരുന്നു. നമ്മുടെ പ്രഗത്ഭരായ ഭാഷാ പണ്ഡിതരും എഴുത്തുകാരും ഒക്കെ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു. അതിന് കാരണവുമുണ്ടായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം കഴിഞ്ഞു, നല്ല വിദ്യാഭ്യാസം നേടി. അപ്പോ വിദ്യാഭ്യാസത്തിന് അനുസൃതമായി നമുക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, കേരളത്തിന് പുറത്തേക്ക് പോയി. അപ്പൊ കേരളത്തിന് പുറത്തേക്ക് പോകാൻ ആവശ്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ചില തലമുറകളെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ട്.
അതുകൊണ്ട് മലയാളം പഠിച്ചിരുന്നാൽ കാര്യമില്ല. കേരളത്തിന് പുറത്തേക്ക് പോയി ഇന്ത്യക്കകത്ത് ജോലി ചെയ്യാനാണെങ്കിൽ പോലും ഹിന്ദി പഠിക്കണം, പിന്നെ അല്ലെങ്കിൽ പ്രധാനമായും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള ഒരു ധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1957 തന്നെ മാതൃഭാഷ ഔദ്യോഗിക ഭാഷയാവണം എന്നുള്ള ഭാഷാ നയം കേരളം രൂപീകരിച്ചിരുന്നുവെങ്കിലും ഈ 2021 ആവുമ്പോഴേക്കും പോലും അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് മാതൃഭാഷ ഔദ്യോഗിക ഭാഷയാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംസ്ഥാനത്തിൽ അല്ലെ ഈ ഭാഷാ ഗോത്രത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഔദ്യോഗികമായി അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടേണ്ടുന്ന എല്ലാ പ്രക്രിയകളും പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ ഈ സർക്കാരിന്റെ ഒക്കെ ഭാഷാ നയം കുറെ കൂടി മലയാള ഭാഷയെ അതിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്കറിയാം കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ പിന്നെ കഷ്ടപ്പെട്ട 8-10 വർഷമൊക്കെ കോടതി വ്യവഹാരങ്ങൾ നടത്തി അതിനുശേഷം നൽകുന്ന ഒരു വിധി പകർപ്പ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഇന്നും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മലയാള മിഷനെ സംബന്ധിച്ചിടത്തോളം ബീന സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ 4-4.5 വർഷം കൊണ്ട് വിപുലമായ രീതിയിൽ മലയാള ഭാഷയിൽ ഇടപെടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തു പോയിട്ടുള്ള മലയാളികളുടെ ഇടയിൽ. അപ്പോ 42 രാജ്യങ്ങളിലായി മലയാള മിഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. അതാണ് മലയാള മിഷന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം തന്നെ. ആ നിലയിലേക്ക് എത്താൻ ഒരു ഭാഷ, നമ്മൾ എപ്പോഴും ഭാഷയിൽ ഇടപെടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അത് കേവലം ഒരു ഭാഷയായി നമുക്ക് ഒരിക്കലും ഒരാളിലേക്കും വിനിമയം നടത്താൻ കഴിയില്ല. ഒരു ചെടി പോലെയാണ്. ആ ചെടിക്ക് വേണ്ട ജൈവികമായ ചുറ്റുപാടുകൾ വേണ്ടതുപോലെ തന്നെ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ജൈവിക ചുറ്റുപാടുകൾ കൂടി അനിവാര്യമാണ്. നമുക്കറിയാം ഭാഷയ്ക്ക് ലിപിയോ അക്ഷരമാലയോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭാഷയിൽ കഥയുണ്ടായിട്ടുണ്ട്, കവിത ഉണ്ടായിട്ടുണ്ട്, പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഷകളും അങ്ങനെയാണ്. കാരണം മനുഷ്യർക്ക് എപ്പോഴും കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ ഉള്ള ഒരു ജൈവിക ചോദനയാണ്. അപ്പൊ നമ്മുടെ മാതൃഭാഷയെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയുടെ ശ്രേഷ്ഠ ഭാഷാ പദവിയുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വലിയ ഗവേഷണം നടത്തി കണ്ടെത്തിയിരുന്നു 2000 വർഷം പഴക്കമുണ്ട് നമ്മുടെ ഭാഷയ്ക്ക്. പക്ഷേ ഞാൻ കരുതുന്നു ഭാഷയുടെ പഴക്കം അങ്ങനെ 2000 വർഷം അല്ലെങ്കിൽ 5000 വർഷം എന്ന് പോലും നിജപ്പെടുത്താനാവില്ല. കാരണം ഭാഷ ഒരുപക്ഷെ വാക്കുകളായി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഭാഷ ഉരുവം കൊള്ളുന്നുണ്ട്. അങ്ങനെ ആ ഭാഷ എത്രയോ കാലമായി സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാ മലയാള ഭാഷയിലെ മാതൃഭാഷയുമായി സംസാരിക്കേണ്ടിരുന്ന വേദികളിലെല്ലാം ആഫ്രിക്കൻ പാട്ടിലെ ഒരു 4 വരി പറയാറുണ്ട്. ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ്. പ്രിയപ്പെട്ട മുത്തശ്ശന്മാരെ, മുത്തശ്ശിമാരെ, ഈ മനോഹരമായ ഭാഷ ഞങ്ങൾക്കായി കരുതി വെച്ചതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. ഈ മനോഹര ഭാഷയെ ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കരുതി വെക്കാനുള്ള ഞങ്ങളുടെ ഊഴമാണിത്. ഇത് ഞങ്ങളുടെ ഊഴം. ഈ ഊഴം നിർവഹിക്കുക, ഈ ദൗത്യം നിർവഹിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ, ഞാൻ അധ്യാപികയായിരുന്നു, കോളേജ് അധ്യാപികയായിരുന്നു, ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു ആക്ടിവിസ്റ്റ് ആണ്. എങ്കിലും ഞാൻ പറയട്ടെ, നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിത കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ 4 വർഷങ്ങളാണ്, 4-4.5 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അർത്ഥപൂർണമായ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമായ കാലയളവ് കൂടിയാണിത്. കാരണം ഇതാണ്, അടുത്ത തലമുറയ്ക്കായി ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്കായി കരുതി വെക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് ഭൗതിക സ്വത്തല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട, ഇതോ ഫാദർ ടിറ്റോ ഒക്കെ പറയുന്നത് പോലുള്ള ആത്മീയം എന്ന് വേണമെങ്കിലും പറയാവുന്ന തരത്തിൽ ഉള്ള ഒരു വലിയ സ്വത്ത് കൈമാറ്റമാണ് നമ്മൾ മാതൃഭാഷ മറ്റൊരു തലമുറയിലേക്ക് കൈമാറുമ്പോൾ നിർവഹിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം, ഇപ്പൊ മലയാളം പഠിക്കുന്നത് ഇന്ത്യയിലെ മറുനാടൻ മലയാളികൾ, അവർക്ക് സ്വാഭാവികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ബന്ധപ്പെടണം, ആവശ്യമാണ് എന്ന് വെക്കാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള കുട്ടികൾ തിരിച്ചു വരും.
പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിലെയും UK-യിലെയും US-ലെയും കുട്ടികളുടെ ഇടയിലേക്ക് മലയാള ഭാഷയെ പ്രചരിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഈ 3ാം തലമുറയിലുള്ള നമ്മുടെ പ്രവാസികൾ അവരുടെ മാതൃഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നെൽസൺ മണ്ടേലയുടെ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നെൽസൺ മണ്ടേല അദ്ദേഹം ഭാഷയെ കുറിച്ച് ഇങ്ങനെ പറയും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഒരു ആശയം വിനിമയം നടത്തണമെങ്കിൽ ആ ആശയം ആ ആൾക്കറിയുന്ന ഏത് ഭാഷയിലും നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനോടാണ് സംവദിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മാതൃഭാഷയിൽ സംസാരിക്കണം. ഈ മനോഹരമായ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഈ ദിവസത്തിനൊരു രക്തം പുരണ്ട ദിവസത്തിന്റെ ചരിത്രം കൂടിയുണ്ട്. ഒരു ജനത അവരുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി ദീർഘമായ സമരം നടത്തുകയും ധാക്ക യൂണിവേഴ്സിറ്റി 1952 ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 5 വ്യക്തികൾ പോലീസുകാരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത ദിനം കൂടിയാണ് ഫെബ്രുവരി 21. മാതൃഭാഷ പ്രചരണത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ അക്കാദമിക് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നീക്കിവെക്കാം എന്ന് നമുക്ക് കൂട്ടായ ഒരു പ്രതിജ്ഞ എടുക്കുക കൂടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് ഓസ്ട്രേലിയ, ഞങ്ങളുടെ ഒരു ചാപ്റ്ററാണ്, ഓസ്ട്രേലിയയിലെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അവരെന്നെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് മലയാളം ഭാഷയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നു. ലോകത്ത് എവിടെ ഇരുന്നാലും ഏത് ഭാഷക്കാർക്കും മലയാളം പഠിക്കാനുള്ള ഒരു ഓൺലൈൻ കോഴ്സും കൂടി ഉദ്ഘാടനം ചെയ്യാണ്. അപ്പൊ അതിലേക്കൊക്കെ പോകണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ മീറ്റിംഗിൽ നിന്ന് വിട്ടുപോകാൻ ഉള്ള അനുമതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ. നന്ദി മാം. നമ്മുടെ ക്രൈസ്റ്റ് നഗർ കോളേജിലെ അനഘ കൃഷ്ണൻ സുഗതകുമാരിയുടെ കാളിയമർദ്ദനം എന്ന കവിത ചൊല്ലുന്നതാണ്. നമസ്കാരം. സുഗതകുമാരി ടീച്ചറുടെ കാളിയമർദ്ദനം. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ, കുലുങ്ങിയില്ലി കരളിന്നും. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ, കുലുങ്ങിയില്ലി കരളിന്നും. ഓളമടിച്ചു സമുദ്രം പോലെ കാളിന്തി നദി പൊങ്ങുമ്പോൾ, പിടഞ്ഞു തുള്ളും തിരമാലകളൊത്തിടഞ്ഞു പൊട്ടിച്ചിതറുമ്പോൾ, വിരിഞ്ഞ പത്തികൾ ഓരോന്നോരോന്നമർന്നു പൊങ്ങിച്ചുഴലുമ്പോൾ, ഝണൽ ഝണൽ ഝണനാദമുതിർക്കും മണിച്ചേലങ്ക മുഴങ്ങുമ്പോൾ, കരത്തിലോമൽ തരികളിളകി ചിരിച്ചു മിന്നിത്തകരുമ്പോൾ, മുദ്രകൾ കാട്ടി രസിക്കും വിരലുകൾ മുഗ്ധ മനോഹരമിളകുമ്പോൾ, വിടർന്ന കണ്ണുകൾ ചാമ്പി മയങ്ങി കുലുങ്ങുമുന്മദമേളത്തിൽ, അക്കൾ മുട്ടുകൾ ഉൾക്കടകലമാർന്നൊത്തു ചവിട്ടി മെതിക്കുമ്പോൾ, ചതഞ്ഞ പത്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പണിവൂ ഞാൻ. നൃത്തവിലോളിതലീലയിതുടനി നിൽക്കായ്വാൻ കൊതിയേറുകയാൽ, മർദ്ദനമേറ്റുവലഞ്ഞോരിൻ ദൃഢ മസ്തകമിപ്പോഴുമുയരുന്നു. രക്തകണങ്ങൾ തെറിക്കുന്നു, മിഴി കത്തുന്നു, കരൾ പൊട്ടുന്നു. നർത്തനവേദികയല്ലേ ഞാൻ, ഇൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു. കുനിഞ്ഞു പുഞ്ചിരി ചിന്നിക്കൊണ്ടിൻ കണ്ണാ നർത്തനമാടൂ നീ. കതിരൊളി മിന്നി കളരവമിളിതം ലളിതം നർത്തനമാടൂ നീ.
കേളിയിലോളമുയർന്നോട്ടെ, ജലപാളികളാർത്തു ചുഴന്നോട്ടെ, തെറിച്ചു ചിന്നിച്ചിതറി കരളിൻ തിളച്ച രക്തം വീണോട്ടെ. വാടി കാൽക്കളടിഞ്ഞോരൻ പ്രിയനാഗിനി കീണു തളർന്നോട്ടെ. നിറുത്തിടൊല്ലേ നൃത്തം നിർവൃതിലയത്തിലാത്മാവലയുന്നു, വിരിഞ്ഞ പീലികൾ താളമോടാടി കലർന്നു മിന്നിലസിക്കുന്നു. നിൻ ചുരുൾ നീലക്കുറുനിര നനവാർ നമ്പിളി നെറ്റിയിൽ മുത്തുന്നു. കിലുങ്ങിടുന്നു മാലകൾ വിണ്ണോർ തെളിഞ്ഞു പൂമഴ പെയ്യുന്നു. നിറുത്തിടല്ലേ നൃത്തം വന്നതി കലക്കിയിളകും ചുഴലികളിൽ. ചൊരിഞ്ഞ പൂവുകൾ ചുറ്റി ചുറ്റി തിരിഞ്ഞു വീണു കറങ്ങുന്നു. മടിച്ചിടല്ലേ തൃക്കഴൽ കുങ്കുമമൊലിച്ച പോലെ തുടുത്തിട്ടും മതാന്ധകാരം മാറിയില്ല, മിഴി തുറന്നു പൂർണത കണ്ടീല. അറിഞ്ഞു ഞാനിന്നുള്ളോരി വെറും അഹന്ത കണ്ണാമാഞ്ഞീല. അന്ധതയാലെ പുണരും ജീവിത ബന്ധനമൊന്നും അഴിഞ്ഞീല. നിറുത്തിടല്ലേ നിന്നൃത്തം ഭണമുയർത്തി നിൽപ്പേനാവോളം. വിളർത്ത കണ്ണീർ ചോലകളായി വിഷങ്ങളെല്ലാം അലിവോളം. സ്വീയ വിഷാദമുയർന്നെരിയുന്നോർ ഈ അഭിമാനം കുറവോളം. നിൻകഴൽ മതിയാവോളം അണിഞ്ഞിൻ സങ്കടമെല്ലാം മറവോളം. കുനിക്കുകില്ലി പത്തികൾ കണ്ണ മുറയ്ക്കു നർത്തനമാടൂ നീ. ഇരുൾ ചുരുൾ മുടി ചിതറട്ടെ, പൊൻകവിൽ തടങ്ങൾ ചുവക്കട്ടെ. കുലുങ്ങിയാടും കുണ്ടലമാളി പടർന്നു രശ്മികളുതിരട്ടെ. തുടുത്ത ചുണ്ടുകൾ വിടരട്ടെ, നീ ചിരിച്ചു വിശ്വം കുളിരട്ടെ. വിരിഞ്ഞ വാർമലർമാലകൾ പൊട്ടി തകർന്നു വീണു മയങ്ങട്ടെ. നിറഞ്ഞ മഞ്ഞ പട്ടിഞ്ഞുറിവുകൾ നനഞ്ഞൊടുത്തു തിളങ്ങട്ടെ. ഝണൽ ഝണൽ ഝണനാദമുതിർക്കും മണിച്ചിലങ്കകൾ തുള്ളട്ടെ. അത്താളത്തിലുലഞ്ഞു തകർന്നിൻ ദുഷ്കൃതമെല്ലാം അകലട്ടെ. അച്ചേവടികൾ മുകർന്നു മുകർന്നിൻ ദുഃഖവുമെല്ലാം മറയട്ടെ. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ, തളർത്തിയില്ലി കരളിന്നും. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ, തളർത്തിയില്ലി കരളിന്നും. നന്ദി. നന്ദി അനഘ. റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരളം ലക്ഷദ്വീപ് മേഖലയിലെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ നീതു സോന IIS മാമിനെ അധ്യക്ഷ പ്രസംഗത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഭാഷാ സംരക്ഷണം എന്ന ഒരു വലിയ ആശയത്തിന്റെ ഒരു മഹത്വപൂർണമായ സാഫല്യമാണ് ഈ മാതൃഭാഷ ആഘോഷങ്ങളൊക്കെ തന്നെ. അപ്പോ ഇവിടെ ഈ പ്രാവശ്യം നമ്മുടെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല ക്രൈസ്റ്റ് നഗർ കോളേജിലെ ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളോടൊപ്പമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. അപ്പോ നമ്മുടെ ഭാഷ അതിന്റെ എല്ലാ ശക്തി സൗന്ദര്യങ്ങളോടെയും അനന്തകാലം നിലനിൽക്കാനും, അതുപോലെ തന്നെ ഈ ഭാഷയിൽ നിന്ന്, നമ്മുടെ മലയാളത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ ഈ ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഇനി ഏറെ ചെയ്യാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പരിപാടി. ഏതായാലും നമ്മുടെ ശ്രീമതി SK മിനിയുടെയും അനഘയുടെയും ഒക്കെ മനോഹരമായ കവിതാലാപനം കൂടി ആയപ്പോ ഈ ദിവസം വളരെ ഭംഗിയുള്ളതായി മാറി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഭാഷയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു കഥയാണ് ബാബേലിന്റെ കഥ. നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും. പണ്ട് ലോകത്ത് ഒറ്റ ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. അതും ആകാശം കടന്ന് സ്വർഗം മുട്ടി നിൽക്കുന്ന ഒരു ഗോപുരം.
അപ്പൊ സ്വാഭാവികമായും ഈ പ്രവൃത്തി കണ്ടപ്പോ ദൈവത്തിന് തോന്നി മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു കടിഞ്ഞാണില്ലാതെ ആവും, അവരെന്തും പ്രവർത്തിക്കും എന്നൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന്. അപ്പൊ ദൈവം അതിനൊരു പരിഹാരമായി കണ്ടെത്തിയത് അവരുടെ ഭാഷ തന്നെ നാനാവിധമാക്കി കളഞ്ഞു. അങ്ങനെയാണ് ഇത്രേ ലോകത്ത് വിവിധ ഭാഷകൾ ഉണ്ടായത്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ ഈ ഭാഷ മനുഷ്യരുടെ ഐക്യം അല്ലെങ്കിൽ ഒരുമ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള വലിയൊരു ഘടകമാണെന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഇന്ന് ലോകത്ത്, ഇനിയിപ്പോ നമുക്ക് കഥയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാം, ഈ ലോകത്ത് ഏകദേശം 6000 മുതൽ 7000 ഭാഷകൾ വരെ നിലവിലുണ്ട്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇതിൽ പകുതിയോളം അപ്രത്യക്ഷമാകുമെന്നാണ് ഏകദേശ കണക്ക്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മലയാളത്തിന് ഈ ഒരു ദുർവിധി ഉണ്ടാവുകയില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം നമ്മുടെ ഭാഷാ പ്രണയികളായ നായകർ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമാണത്. മാത്രവുമല്ല നമ്മുടെ ജനങ്ങളും സർക്കാരും ഒക്കെ തന്നെ നമ്മുടെ ഭാഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഫലമാണ് 2013 നമ്മുടെ മലയാളം ശ്രേഷ്ഠ ഭാഷയായതും. അതുപോലെ തന്നെ ഭരണഭാഷ ഇപ്പോൾ പൂർണ്ണമായി നമ്മൾ ജനങ്ങളുടെ ഭരണം എപ്പോഴും ജനങ്ങളുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന വാദം അർത്ഥവത്താക്കിക്കൊണ്ട് മലയാളം ഭരണഭാഷയായി പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലാണ്. ഇതൊക്കെ നമുക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഊഴമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഊഴമാണ്, വരും തലമുറയുടെ ഊഴമാണ്. അപ്പോ ഇനി നമ്മുടെ ഭാഷയെ ഇപ്പൊ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ, പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് തള്ളിക്കളയാൻ കഴിയില്ല, എങ്കിൽ കൂടി അതോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ച് നമ്മൾ മലയാളത്തെയും അതിന്റെ അന്തസ്സും പ്രൗഢിയും കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിപ്പോ നമ്മുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം മാത്രമല്ല, ലോകത്തെ വിവിധ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ കൂട്ടായ്മ, മൃതിയടഞ്ഞ പല ഭാഷകളെയും തിരിച്ചു കൊണ്ടുവന്ന പല ഉദാഹരണങ്ങളും ഉണ്ട്. ചിലരെങ്കിലും കേട്ടിരിക്കും സ്പെയിനിലെ കാറ്റലോണിയ എന്ന പ്രദേശത്തെ കുറിച്ച്. അവിടുത്തെ ഭാഷയായിരുന്നു കാറ്റലൻ. അപ്പൊ ഒരു കാലത്ത് അവിടുത്തെ ജനങ്ങൾ സജീവമായി സംസാരിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു. പിന്നീട് അത് ഇല്ലാതായി എന്ന് പറയാം. അതിന് പല കാരണങ്ങളുണ്ട്. ഏതായാലും ഈ അടുത്ത കാലത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് സർക്കാരുമൊത്ത് ആ ഭാഷ തിരിച്ചു പിടിക്കുകയാണ്, അതിനൊരു പുനർജന്മം നൽകുകയുണ്ടായി. ഇന്നിപ്പോ കാറ്റലോണിയയിലെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി മാറി കാറ്റലൻ. അപ്പൊ ഇതുപോലെ നമ്മുടെ മലയാളത്തെ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന നമ്മുടെ മാതൃഭാഷയോടുള്ള സ്നേഹം അത് ലോകത്തെ ആകമാനം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ ഭാഷയെ ചേർത്ത് പിടിക്കുക, അഭിമാനിക്കാം. ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം നമ്മുടെ മലയാളത്തിന്റെ അനുസ്യൂതി ഒരു കാലത്തും ഇടറാതിരിക്കാൻ. നന്ദി. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മള് റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾക്ക്, മാറനല്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച്. അതിനകത്ത് 3 പേർക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ അവർക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റുകളും കൊടുക്കും. സെക്കൻഡ് ഇയർ BA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിലെ വിശ്വലക്ഷ്മി, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 1ാം വർഷ വിദ്യാർത്ഥി ബാലശങ്കർ, BA 1ാം വർഷ വിദ്യാർത്ഥി കാർത്തിക KA. ഒന്നും കൂടി വായിക്കാം. 2ാം വർഷ BA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിലെ വിശ്വലക്ഷ്മി, 1ാം വർഷ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ബാലശങ്കർ, BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി കാർത്തിക KA എന്നിവർക്കാണ് ഉപന്യാസ മത്സരത്തില് സമ്മാനം കിട്ടി. 3 പേർക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവരുടെ സമ്മാനങ്ങൾ സിനി ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ഭാഷയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷാ ദിനത്തില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT ഒരു ഭാഷാ പ്രതിജ്ഞ നമുക്ക് വേണ്ടി എഴുതുകയുണ്ടായി. ആ പ്രതിജ്ഞ കൂടി ഇവിടെ വായിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഭാഷാ പ്രതിജ്ഞ. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്, എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്.
ഈ പ്രതിജ്ഞയോട് കൂടിയാണ് നമ്മൾ ഭാഷയെ സംരക്ഷിക്കാനായി മുന്നോട്ട് പോകേണ്ടത്. ഭവാനി, ഇനി ബാക്കി പരിപാടികൾ തുടരാം. ആദ്യമായി തന്നെ വിജയിച്ചവർക്ക് വിജയാശംസകളും അഭിനന്ദനങ്ങളും. ഇനി എന്റെ മലയാളം എന്ന ONV കുറുപ്പ് സാറിന്റെ കവിത ചൊല്ലുവാനായി വിശ്വലക്ഷ്മിയെ ക്ഷണിക്കുന്നു. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നിന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ. നന്ദി, നമസ്കാരം. നന്ദി വിശ്വലക്ഷ്മി. ഈ പരിപാടി ഒരു മികച്ച വിജയമാക്കുവാനായി പ്രയത്നിച്ച റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ കേരളം ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായ ശ്രീ വി പളനിച്ചാമി IIS സാറിനും ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ നീതു സോന IIS ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീമതി KA ബീന മാമിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ തന്റെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചിലവഴിച്ച മലയാള മിഷൻ ഡയറക്ടറായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് മാമിനും നന്ദി അറിയിക്കുന്നു. ക്രൈസ്റ്റ് നഗർ കോളേജിന്റെ ശക്തിയും പിൻബലവുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ടിറ്റോ വർഗീസ് CMIക്കും പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ജേക്കബ് മാമിനും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായ മലയാളം വിഭാഗത്തിലെ അധ്യാപകരായ ശ്രീമതി സിനിമോൻ മാമിനും ശ്രീ സുമേഷ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരോടൊപ്പം തന്നെ കോളേജിലെ എല്ലാ വകുപ്പുകളിലെ അധ്യക്ഷന്മാർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം ഇന്ന് കവിത ചൊല്ലിയ SK മിനി മാമിനും വിശ്വലക്ഷ്മിയോടും അനഘാകൃഷ്ണനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ പരിപാടി ശുഭപരി അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി. നല്ല പരിപാടിയായിരുന്നല്ലേ? Beena, thank you so much.